കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് CP ഷിഹാബ് നമ്മുടെ മുതുകാടിനെതിരെ ഇഷ്ടംപോലെ ആരോപണങ്ങളായിട്ട്, അതായത് ഗുരുതരമായിട്ടുള്ള കുറെ ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട പിന്നെ ഞാനപ്പോൾ അതിനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ട് വീഡിയോ കിട്ടിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് നമ്മുടെ മുതുകാടിന്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിന്റെ അവിടെ ഇപ്പൊ നിലവിലുള്ള കുട്ടികളുടെ കുറച്ച് അമ്മമാര് വന്നിട്ട് ഈ ഷിഹാബിനെതിരെ, അതായത് ഷിഹാബ് പറഞ്ഞതൊക്കെ കള്ളമാണ്, അവിടെ ഞങ്ങളുടെ കുട്ടികൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഭിന്നശേഷിക്കാരായ 5 കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. അവരുടെ പ്രോഗ്രാം ആങ്കർ ചെയ്യാനാണ് ഷിഹാബ് എത്തിയിരുന്നത്. വളരെ നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു. വരുന്ന സമയത്ത് കുട്ടികൾ നല്ലതുപോലെ വയലന്റ് ആവുന്ന മക്കളായിരുന്നു. ഓരോ സമയത്തും അവരുടെ ഷോ ചെയ്യുന്ന സമയത്ത് അവര് സൈലന്റ് ആവും, പക്ഷെ അത് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും. നമ്മുടെ വിഷ്ണുവിന് എല്ലാവർക്കും അറിയാം. വിഷ്ണുവൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കസേര പൊട്ടിച്ചെന്നോ എത്ര ഫോൺ പൊട്ടിച്ചെന്നോ നമുക്കറിയാം. അതിനകത്ത് നിൽക്കും അത്രത്തോളം വയലന്റ് ആവുന്ന കുട്ടികളായിരുന്നു. അപ്പൊ അമ്മമാരെ ഒന്നിച്ചു നിന്ന് അവരെ ആ ഒരു രീതിയിൽ സൈലന്റ് ആക്കി കൊണ്ടുപോയി. ഷിഹാബ് അതിനൊപ്പം നിന്നു. ഷിഹാബ് പറയുന്നത് പോലെ 5-6 ഷോയൊന്നും എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ചില അവസരങ്ങൾ, അതായത് ഏതെങ്കിലും കൂടുതൽ ഗസ്റ്റ് വരുന്ന സമയത്തോ പബ്ലിക് കൂടുതൽ വരുന്ന സമയത്തോ മാത്രമായിരിക്കും അങ്ങനെ 4 ഷോ. അതിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. അതും വല്ലപ്പോഴും മാത്രമാണ്. അതുപോലെ തന്നെ ആഹാരം, അത് കുട്ടികൾ ചെയ്യാൻ തയ്യാറായിരുന്നു. കാരണം ആദ്യകാലങ്ങളിൽ അവരത് തയ്യാറെടുപ്പതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഷോ ആയിട്ട് നല്ലതുപോലെ അവർക്കത് ചെയ്യണം, ആൾക്കാർ വരണം, കാണണം, കയ്യടി കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് കുട്ടികൾക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞു. അതും ചില സമയത്ത് 1 മണിക്കാണ് ഷോ എങ്കിൽ അവർക്കത് ചെയ്യും. അവർ ചെയ്യാൻ റെഡിയാണ്. പിന്നെ ഈ 2017 നമ്മളിത് തുടങ്ങുന്നത്. 2017 സമയം എന്ന് പറയുമ്പോൾ കുട്ടികൾ നേരിട്ട് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കുട്ടികളാണ്. അവർ ആ ഒരു കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടികൾ. അപ്പൊ അതിന്റെ പേരിൽ ചിലപ്പോൾ അവര് വയലന്റ് ആവുകയാണെങ്കിലും ഒരിക്കലും ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കാതെയോ അതിന്റെ പേരിൽ ഒരു മാനസിക പീഡനമോ ഒന്നും കുട്ടികൾ നേരിട്ടിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഷോ 1 മണിക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ഷോ ചെയ്യിക്കും. അത് അതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആഹാരം കൊടുക്കാതെയോ ആ പേരിൽ അവർക്കൊരു മാനസിക പീഡനം എന്നിവരുണ്ടായിട്ടില്ല. അതെന്തായാലും ഷിഹാബ് പറഞ്ഞ തെറ്റ് തന്നെയാണ്. കാരണം അന്നുണ്ടായിരുന്ന അമ്മമാർ തന്നെയാണ് ഞങ്ങൾ ഇന്നും ഈ 2024 ആയിട്ടും കുട്ടികൾ ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരതിൽ എത്രത്തോളം ഹാപ്പിയാണെന്ന് കുട്ടികളെ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് മൃഗാട് സാർ തരുന്ന ധൈര്യം തന്നെയാണ്. അവരിന്ന് ഈ ഒരു അവസ്ഥയിൽ മാറിയത് തന്നെയും ഈ ഷോയുടെ ഒരു ടൈമാണ്. അവർക്ക് എത്ര ഷോ ചെയ്താലും ഒരു മടുപ്പും ഉണ്ടാവില്ല. അവർക്കിപ്പം ഷോ കുറയുന്നതിലാണ് അവർക്ക് വിഷമം. ഓക്കെ, അപ്പൊ ഷിഹാബ് അന്ന് വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞ് ഈ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കുള്ള അതിന്റെ ഭാഗമായിട്ട് അവർ വയലന്റ് ആവുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പുള്ളി ആദ്യം ആ ഒരു വീഡിയോ ഇട്ടിട്ട് വന്നിട്ട് പറഞ്ഞത്. അപ്പൊ ഈ ഒരു വീഡിയോനകത്ത് ഇപ്പൊ ഈ ഒരു കണ്ട പോർഷനകത്ത് ഈ ഒരു അമ്മമാര് തന്നെ ഏറ്റു പറയുന്നുണ്ട്. കാര്യം അവര് ഭക്ഷണം കഴിക്കാതെ ചിലപ്പോൾ ഒരു വയലന്റ് ആവാറുണ്ടെങ്കിലും അവർക്കത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിത് പറഞ്ഞു പോകുന്നത്. അതായത് ഒരു കണക്കിന് ഇവര് സമ്മതിച്ചു കൊടുക്കണതാണ് ഈ ഷിഹാബ് പറഞ്ഞൊക്കെ സത്യമാണെന്നുള്ള രീതിക്കാണ് ഇവർ ഏറ്റു പറയുന്നത്. പക്ഷേ എന്നിട്ട് ഇവര് തന്നെ പറയുന്നുണ്ട് ഷിഹാബ് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന്. അത് എന്തൊരു ഒരു 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 ഒത്തുപോകാത്ത രീതിക്കുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം ഷിഹാബ് പറഞ്ഞത് തന്നെയാണ് ഒരു കണക്കിന് പറഞ്ഞ, അതായത് ഇത്തിരി മറ്റേ മുതുകാടിന്റെ ഇത്തിരി തങ്കക്കടലാസിലൊക്കെ പൊതിഞ്ഞിട്ട് ഇവര് പറഞ്ഞേക്കണം. ഷിഹാബ് പറഞ്ഞത് ഇവര് പറഞ്ഞത് തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുള്ളൂ. എന്നാ ഇവര് പറയുന്നത് ഷിഹാബ് പറഞ്ഞ കള്ളമാണെന്ന്. അപ്പൊ ഈ ഷിഹാബ് ഇതൊരു ഏറ്റു പറയാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ല. ഞാനിപ്പോ ഇത് ആലോചിക്കണാണ്. ഇപ്പൊ ഈ ഷിഹാബ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്ക് ഇപ്പോൾ 1 മില്യൺ സബ്ബൊക്കെ ഉണ്ട്. പുള്ളിക്ക് അതേപോലെ പുള്ളിയുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോയാൽ മതി. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് പുള്ളി ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് പ്രതികരിക്കണം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാണ്ട് ഇപ്പൊ ഇവര് വന്നിട്ട് പറയുന്നുണ്ടല്ലോ ഈ ഷിഹാബ് പറയുന്നതൊക്കെ കള്ളമാണെന്ന്. അപ്പൊ ഇവരുടെ നമുക്കിത് ബാക്കി കൂടെ കണ്ടുവെക്കാം. എന്നിട്ട് പിന്നെ ഷിഹാബ് വേറൊരു ആരോപണം ഉന്നയിച്ചിരുന്നു, ഞങ്ങളുടെ കുട്ടികളെ ആ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്നു. പക്ഷെ അടച്ചിട്ടിരുന്നു കാരണം അപ്പൊ ഞങ്ങൾക്കറിയാം ഒരു കുട്ടിയെ തുറന്നു വിട്ട് അവനെ പിടിച്ചു കെട്ടി 4 പേരുടെ മുമ്പ് വെച്ച് അടിച്ച് അവനെ ഉപദ്രവിച്ച് അവനെ നേരെയാക്കുക എന്നുള്ളതല്ല. അവനെ അടച്ചിരുന്നാലും അതിന്റെ നല്ല രീതിയിൽ വശങ്ങൾ പറഞ്ഞു കൊടുത്ത് അടച്ചിട്ടിരുന്നത് എന്റെ 5 മക്കളെ അടച്ചിട്ടത് ഞാനാണ്. വേണ്ടിയിട്ടായിരുന്നു. ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് അവരെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവർ നോക്കണം. അവരെ പോയാൽ അവർ പോയിട്ട് തിരിച്ചു വരും. നോക്കാറില്ല. ഇപ്പൊ അവര് പോയാൽ തിരിച്ചു വരും നല്ല ഉറപ്പുണ്ട്. തിരിച്ചു വരികയും ചെയ്യും. അവരിപ്പോ സാലറി വാങ്ങിക്കുന്നുണ്ട്. അവർക്കറിയാം സാലറി. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോനകത്ത് ഇവർ പറയുന്ന കേട്ടോ ഞാനാണ് അടച്ചിട്ടതെന്ന്. കാര്യം അവര് തന്നെ ഏറ്റെടുക്കണാണ്. ഇപ്പൊ മുതുകാട് സാർ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ഞാനാണ് ചെയ്തതെന്നുള്ള രീതിക്കൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം അവർക്ക് വേറെ വഴിയില്ല. അവരുടെ മക്കൾ അവിടെയാണ് ഉള്ളത്. അപ്പൊ അവർക്ക് എത്രത്തോളം അത്ര നാളും അവരുടെ വീട്ടിനകത്ത് ഈ ഒരു മക്കളെ നോക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഭിന്നശേഷിയായിട്ടുള്ള ഒരാളെ നോക്കാന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര പരിപാടിയൊന്നുമല്ല. അപ്പൊ അത് നോക്കി അവർ അത്രയും കഷ്ടപ്പെട്ട്
അങ്ങനെ ഒരു സമയമായപ്പോഴത്തേക്കും അവർ ഈ മാജിക് പ്ലാനറ്റിൽ കൊണ്ടുവന്നാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കിപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു കുറേ റിലീഫ് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടാണല്ലോ അവരിപ്പോൾ ഈ മുതുകാടിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ ഈ പറയുന്നത് ഈ പറഞ്ഞ ഇവർ തന്നെ ഇതിനകത്ത് തന്നെയുള്ള ഒരു പുള്ളിക്കാരി നമ്മുടെ ഷിഹാബിന് മെസ്സേജ് അയച്ചത്. അതായത് ഷിഹാബ് ഈ ഫസ്റ്റ് ഈ ഒരു പ്രശ്നമൊക്കെ തുടങ്ങിയ സമയത്ത് ഇതിനകത്ത് ഇപ്പോൾ ഈ സംസാരിച്ചതിനകത്ത് ഒരു കൊച്ചിൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരുന്നാൽ പറ്റൂല, നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം, നമ്മളെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് തന്നെയല്ലേ ഈ പരിപാടിയൊക്കെ നടന്നത്, ഞാൻ അതിന് വേണ്ടിയിട്ടല്ലേ മുതുകാടായിട്ട് ഉടക്കിയത് എന്നൊക്കെ ഉള്ള രീതിക്ക് ഷിഹാബ് ആ പുള്ളിക്കാരന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ പുള്ളിക്കാരിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അപ്പോൾ മെസ്സേജ് ഞാൻ അവിടെ സൈഡിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. പിന്നെ ഈ ഒരു റിലേറ്റഡ് ആയിട്ട്, അതായത് ഈ ഒരു വിഷയത്തിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ പുറത്തു വന്നത് ഷിഹാബ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ചാനലിനകത്ത് പുള്ളിക്കാരൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായി. ഷിഹാബും വന്നിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു വീഡിയോനകത്ത് ഷിഹാബ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ക്ലിയർ ആയിട്ട് പറയുന്നത് മാത്രമല്ല, അതിനകത്ത് തെളിവുകൾ, ഓഡിയോ ക്ലിപ്സ് അടക്കം പുള്ളിക്കാരൻ പുറത്തു വിട്ടിട്ടുണ്ടായി. അപ്പോൾ ഈ ഒരു സെയിം പുള്ളിക്കാരി തന്നെ ഈ ഒരു മെസ്സേജ് ഷിഹാബ് അയച്ചപ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് ഇതിന് റിപ്ലൈ കൊടുത്ത ഒരു വീഡിയോ കൂടെ ഉണ്ട്, അതായത് ഓഡിയോ ഉണ്ട്. അത് നമുക്ക് ഹലോ മാമ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഈശ്വരനെ അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഇനിയും നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ. എപ്പോഴും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ മാത്രം വരിക, അത് മാത്രം മതി. എങ്കിലും നമുക്ക് ചുറ്റുമുള്ളവർക്കും ഒരു പ്രകാശം കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് സീരിയസ് ആയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞുള്ള കാലം തെളിയിക്കട്ടെ. അല്ലാതെ എന്നെ സംബന്ധിച്ച് അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് പറ്റാത്ത കാര്യമാണ്. കാരണം 18 വയസ്സ് വരെ നമ്മൾ വീട്ടിനകത്തിട്ടിരുന്നു. അതിനുശേഷം കുറച്ച് പേരെങ്കിലും അറിയുന്നുണ്ട്. ഏതൊരമ്മയെ ആഗ്രഹിക്കില്ലേ? അത്രയും നാൾ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോയത് ഓരോ നിമിഷവും. അപ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ ഒരു സന്തോഷം നമുക്കും ആഗ്രഹിക്കാമല്ലോ. അപ്പോൾ അത് കിട്ടിയത് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ്. അതിൻ്റെ പുറകിൽ എന്തൊക്കെ വലിയ ചൂഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല ബാബ. അതാണ്. പിന്നെ ഇപ്പം ബുദ്ധിമുട്ട് പറയുന്ന അമ്മ 5 വർഷത്തോളം കുട്ടി ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ സംസാരിച്ചില്ല, പ്രതികരിച്ചില്ല. അവരിപ്പോൾ അമേരിക്കയിൽ പോയി, അവർ സേഫായി, അവരുടെ ഹസ്ബൻഡ്. അപ്പോൾ പിന്നെ അവിടെ ചെന്നതിന് ശേഷം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, അപ്പൊ ഈ വാവാന്ന് പറഞ്ഞ ഷിഹാബാട്ടാ. അപ്പൊ ഈ പുള്ളിക്കാരി പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരെത്രത്തോളം അവരുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അപ്പൊ അവർ അതേപോലെ ഇപ്പൊ മുതുകാടിനെ ന്യായീകരിച്ച് ഒരു വീഡിയോ ഇട്ടതിനും പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. കാര്യം അവരുടെ അവസ്ഥ എങ്ങനെയാണ്, അവർക്കത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിനകത്താണ് അവർ നിൽക്കുന്നത്. കാര്യം അവർ അത്രത്തോളം അവർ ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് പിന്നെ അവർ ഈ മാജിക് പ്ലാന്റിൽ കൊണ്ടുവന്നാക്കി ഇപ്പൊ അവരൊരു ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. കാര്യം അവിടെ നിന്നുള്ള ഇപ്പൊ ഈ തരത്തിലുള്ള കുത്തുവാക്കുകളും അതേപോലെ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റുകളും, അതായത് ഈ കുട്ടികളെ വെച്ചിട്ട് പുള്ളി ഭയങ്കര ദൈവത്തിന്റെ പോലെ നിൽക്കുന്നത്, ഇതൊക്കെ അവർ കാണുന്നുണ്ട്. അവർക്ക് അതിനകത്ത് വിയോജിപ്പും ഉണ്ട്. അത് ഈ ഒരു ഓഡിയോനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കുട്ടികളെ വെച്ച് ചെയ്യുന്ന ഇത്രയും വലിയ കാര്യങ്ങളാണ്, ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് കാലം തെളിയിക്കട്ടെ എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇവർക്ക് അതിനകത്ത് ഒരു വിഷമമുണ്ട്, എന്നാൽ അവർക്ക് അത് പുറത്ത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അവരുള്ളത്. അതുകൊണ്ടിട്ടാണ് ഇവരിങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുതുകാടിനെ വന്നൊരു വീഡിയോ ഇടേണ്ട ഒരു അവസ്ഥയിൽ വരെ എത്തിയത്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ അവരങ്ങനെ കുറ്റം പറയാനും പറ്റില്ല. പിന്നെ ഞാനിപ്പോ കാണാനായിട്ട് ഇടയ ഒരു വീഡിയോ ഉണ്ട്. അമൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, പുള്ളി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. അപ്പൊ ആ ഒരു പയ്യൻ വന്നിട്ട് ഈ മുതുകാടിന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെയൊക്കെ പറ്റി, അതായത് പുള്ളി ചെയ്യുന്നതിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ്, അവരുടെ ഒരു സൈഡും കൂടെ നമ്മൾ കേൾക്കണം. നമ്മൾ പലപ്പോഴും ഈ അമ്മമാരുടെ സൈഡും അതേപോലെ തന്നെ ബാക്കിയുള്ളവരുടെ സൈഡൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇത് അനുഭവിക്കുന്ന ഒരു പയ്യന്റെ ഒരു അവസ്ഥ അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ ചെറിയൊരു പോർഷൻ, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയൊരു പോർഷൻ ഞാൻ സാറ് ഞങ്ങളെ കുറിച്ച് ചെയ്യുന്ന വീഡിയോകളിൽ സെന്റിമെന്റൽ BGM ഇടരുത്, സെന്റിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടരുത്. കാരണം ഞങ്ങൾക്ക് അത് ഇഷ്ടമില്ല. അതൊരു തരത്തിലുള്ള സഹതാപത്തിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ആണ്, സഹതാപത്തിന്റെ ചൂഷണമാണ്. കാരണം നിങ്ങളെ വീഡിയോ കാണുന്ന ഇതൊന്നും അറിയാത്ത സാധാരണക്കാരുണ്ടാവും. ആ സാധാരണക്കാരന്റെ ഉള്ളിൽ ഈ വീഡിയോകൾ കാണുമ്പോൾ ഒരു തരത്തിലുള്ള സങ്കടക്കടൽ തീർക്കും. സാറേ, ഞങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോഴേ ഞങ്ങളെ ദയനീയമായ അവസ്ഥകൾ കണ്ടിട്ട് ഞങ്ങളെ പാരന്റ്സ് അപ്പൊ അവിടെ വെച്ച് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കണ്ടിട്ട് അവിടെ കൂടിയിരിക്കുന്ന സാധാരണക്കാരന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത വിങ്ങൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അവർ സഹതപിക്കും, അവർക്ക് ടെൻഷനാവും. ആ സിറ്റുവേഷനാണ് സാർ ഇത്തരത്തിൽപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട്
മാർക്കറ്റ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് സി പി ഷിഹാബ് സാറിന്റെ പഴയ സ്റ്റാഫായിട്ടുള്ള സി പി ഷിഹാബ് സാറ് പറയുന്നുണ്ടല്ലോ, സാറ് ഒരു പ്രോഗ്രാമില്, ഷിയാബ് നീ ഇലക്ട്രിക് വീൽ ചെയറിൽ വരണ്ട, നീ നടന്നു വന്നാൽ മതി. നീ നടന്നു വരുമ്പോ ആളുകള്, നീ നടന്നു വന്നിട്ട് ആ വീൽ ചെയറിൽ വലിഞ്ഞു കയറുമ്പോ ആളുകൾക്ക് സെന്റിമെന്റൽ അപ്രോച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത്. ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, ആ വിഷ്വലിനെ സാർ ഇത്തരത്തിൽപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ടും സാറിന്റെ പ്രൗഢഗംഭീരമായ വാചകങ്ങൾ വെച്ചിട്ടും സാധാരണക്കാരനെ കയ്യിലെടുത്തു. ആ കയ്യിലെടുത്ത സാധാരണക്കാരാണ് സാറിന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും വാദിക്കൂല. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ഇഷ്ടമില്ല. എനിക്ക് സാറിനെ ഭയങ്കരമായിട്ട് പ്രിയമായിരുന്നു. അതോടുകൂടി ആ ഒരു സംരംഭം സാറ് ചെയ്യുന്നതോടുകൂടി സാറോടുള്ള ആരാധന പോയി, സാറോടുള്ള റെസ്പെക്ട് പോയി. ഇത് ആത്മാർത്ഥമായിട്ട് അമലിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് സാറേ. ഇത് കേട്ടല്ല, ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും മുതുകാടിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അത് എന്ത് തരം മനസ്സാണെന്ന് എനിക്ക് മനസ്സിലാവുള്ള കേട്ടോ. കാര്യം നമ്മളൊക്കെ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് പറയാം. കാര്യം ഒരു മറ്റേ ഡിഫേം ചെയ്യാൻ വേണ്ടി പറയണതാണ്, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയണതാണ്, പുള്ളി വളർന്ന കണ്ടിട്ട് അസൂയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവരെ പോലുള്ളവരും, അതായത് ഇവർക്കും ഇത്രത്തോളം ഒരു വിഷമം ഈ ഒരു വീഡിയോസ് കാണുമ്പോഴും, അതേപോലെ ഈ സാഡ് BGMs ഇടുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു സാധനമാണ് ഈ സാഡ് BGMന്റെ ഒരു കേസ്. നമുക്കൊരു ഇമോഷൻ കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഈ സാഡ് BGM ഇടേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ അടിച്ച് ഏൽപ്പിക്കാൻ, അതായത് ഇങ്ങനൊരു സാധനം കാണിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തൊരു സാഡ് BGM കൂടി ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവരുടെ ഉള്ളിൽ കൊള്ളണം എന്നുള്ള ഒരു ആവശ്യം ഉള്ളത് കൊണ്ടാണ് ഈ സാഡ് BGM ഇട്ട് ഈ ഒരു സാധനം കാണിക്കുന്നത്. അപ്പം അതാണ് ഇവിടെ ഈ മുതുകാട് ചെയ്തതിൻ്റെ ഒരു സംഭവമാണ് ഈ ഒരു പയ്യൻ പറയുന്നത്. അപ്പം ഇവർക്കൊക്കെ ഇത്രത്തോളം, അതേപോലെ ഈ ഷിഹാബിനോട് ഈ വീൽ ചെയറിൽ വരണ്ട, നീ ഇലക്ട്രിക് വീൽ ചെയറിൽ വരണ്ട, നീ അതിനകത്ത് നടന്ന് വന്നിട്ട് എഴഞ്ഞ് അതിനകത്ത് കയറുന്നത് ആൾക്കാർ കാണണം. അപ്പം അത് അവരുടെ ഉള്ളിലൊരു സെന്റിമെന്റ്സ് ഉണ്ടാക്കും. അതൊക്കെ മാർക്കറ്റ് ചെയ്യാൻ നോക്കുന്ന ഇങ്ങേരുടെ ആ ഒരു മനസ്സുണ്ടല്ലോ, അതിനെയാണ് എല്ലാവരും ഈ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിനകത്തെന്ന് പറയുമ്പോഴേക്ക് ഈ മുതുകാടാണ് ഇതിനെതിരെ ഒരു അറിഞ്ഞിട്ട്, അതായത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളിയാണൊന്ന് മാറി ചിന്തിക്കേണ്ടത്. എന്നിട്ട് പുള്ളിയാണ് വന്നിട്ട് അതൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ടത്. കാര്യം ഇങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അപ്പം അതിനെതിരെ ഞാനതിനൊരു നടപടി എടുക്കും. ഞാനിനി അത് നോക്കി കണ്ട് മുമ്പോട്ട് പോകുന്നൊക്കെ ഉള്ള രീതിക്ക് പുള്ളിയാണ് അതിനകത്തൊരു ഇത് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന് പറഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പം അവരുടെ അമ്മമാർ വന്നിട്ട് പുള്ളിക്കാരനെ ന്യായീകരിച്ച് പറഞ്ഞതുകൊണ്ടോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. കാര്യം നമ്മുടെ വരുന്ന ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഈ ന്യായീകരിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമ്മുടെ ഇതിനൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് മാപ്പ് പറയാൻ മുമ്പോട്ട് പോവുക. അതാണ് അതിൻ്റെ ഒരു നല്ലൊരു വേ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് ഓരോരുത്തരെയും കൊണ്ടുവന്ന് ന്യായീകരിച്ച് അതിനകത്ത് കിടന്ന് വെറുതെ നമ്മുടെ സമയം കളയാന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് യാതൊരു ഉപയോഗമില്ല. ഇപ്പം ഇതേപോലുള്ള സത്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വന്നിട്ട് തന്നെ ഇരിക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഇത് ചെയ്യുമ്പോഴും അതിൻ്റെ പുറകിലൊരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് വെളിയിൽ വരിക തന്നെ ചെയ്യും. അപ്പം എനിക്ക് ഇത്രയാണ് ഇത് കണ്ടപ്പോഴത്തേക്കും ഒന്ന് പറയാൻ തോന്നിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.